പത്തനംതിട്ടയിൽ നീറ്റ് പരീക്ഷയ്ക്ക് അഡ്മിറ്റ് കാർഡ് വ്യാജമായി നിർമ്മിച്ചെത്തിയെന്ന സംശയത്തെ തുടർന്ന് വിദ്യാർത്ഥി പോലീസിന്റെ കസ്റ്റഡിയിൽ. തിരുവനന്തപുരം പാറശാല സ്വദേശിയായുള്ള വിദ്യാർത്ഥിയെ പോലീസ് ചോദ്യം ചെയ്തു വരികയാണ്. അഡ്മിറ്റ് കാർഡിലെ പേരും വിലാസവും പരീക്ഷാ സെന്ററും അടക്കം വ്യത്യാസം വന്നതിനാൽ പരീക്ഷാ കോർഡിനേറ്ററുടെ പരാതിയിലാണ് വിദ്യാർത്ഥിയെ കസ്റ്റഡിയിലെടുത്തത്. അഡ്മിറ്റ് കാർഡ് ലഭിച്ച പാറശാലയിലെ അക്ഷയ കേന്ദ്രത്തിലും പോലീസ് പരിശോധന നടത്തി. കൂടുതൽ അന്വേഷണത്തിന് ശേഷമേ കാര്യങ്ങളിൽ വ്യക്തത വരൂവെന്നാണ് പോലീസ് പറയുന്നത്. തിരുവനന്തപുരം പാറശാല സ്വദേശി ജിത്തുവാണ് പത്തനംതിട്ട പോലീസിന്റെ കസ്റ്റഡിയിലുള്ളത്. പത്തനംതിട്ട തൈക്കാവ് ഗവൺമെന്റ് GSSൽ നീറ്റ് പരീക്ഷ എഴുതാനാണ് ജിത്തു എത്തിയത്. അഡ്മിറ്റ് കാർഡിന്റെ മുകൾ ഭാഗത്ത് ജിത്തുവിന്റെ പേര്, മാതാവിന്റെ പേര്, ജനന തീയതി എന്നിവ ഉണ്ടായിരുന്നെങ്കിലും ഡിക്ലറേഷൻ ഭാഗത്ത് തിരുവനന്തപുരം മുള്ളുവിള സ്വദേശിയായ വിദ്യാർത്ഥിയുടെ പേരും അഡ്രസ്സുമാണുള്ളത്. ഇതാണ് സംശയമുണ്ടാകാൻ കാരണം. ആദ്യത്തെ പോർഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പയ്യന്റെ പേര്, ഇപ്പോഴത്തെ നമ്മൾ ഈ ജിത്തു എന്ന് പറഞ്ഞ പയ്യന്റെ പേര്, അതിന്റെ സെൽഫ് ഡിക്ലറേഷനിൽ അഭിറാം എന്ന് പറയുന്ന പയ്യന്റെ പേര്. പക്ഷേ നമ്മൾ ആ ഹാൾ ടിക്കറ്റ് എടുത്ത് പരിശോധിക്കുമ്പോൾ അത് അഭിറാമിന്റെ ഹാൾ ടിക്കറ്റാണ്. ആ അഭിറാമിന്റെ ഹാൾ ടിക്കറ്റിലാണ് ഈ മാൽ പ്രാക്ടീസ് നടത്തുന്നത്. ക്ലറിക്കൽ പിഴവാണെന്ന് കരുതി ആദ്യം ജിത്തുവിനെ പരീക്ഷ എഴുതാൻ അനുവദിച്ചു. പിന്നീട് വൈകിട്ട് 3 മണിയോടെ സ്റ്റേറ്റ് കോർഡിനേറ്റർ ഡോക്ടർ മഹേഷിന്റെ നിർദ്ദേശപ്രകാരം ജിത്തുവിനെ പരീക്ഷ എഴുതുന്നതിൽ നിന്നും വിലക്കി. തുടർന്നാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തത്. തിരുവനന്തപുരത്തുള്ള അക്ഷയ കേന്ദ്രത്തിൽ നിന്നാണ് ജിത്തുവിന് അഡ്മിറ്റ് കാർഡ് ലഭിച്ചത്. ഇത് സംബന്ധിച്ച് വിശദമായ അന്വേഷണം നടത്തിയെങ്കിൽ മാത്രമേ കൃത്യമായ വിവരം ലഭിക്കുകയുള്ളൂ. നിലവിലുള്ള സാഹചര്യത്തിൽ അഡ്മിറ്റ് കാർഡ് വ്യാജമായി നിർമ്മിച്ചുവെന്ന നിഗമനത്തിലാണ് പരീക്ഷാ നടത്തിപ്പുകാരും പോലീസും. വിശദമായി ജിത്തുവിനെ ചോദ്യം ചെയ്തു വരികയാണ്. അതേസമയം തിരുവനന്തപുരം മുള്ളുവിള സ്വദേശിയായ വിദ്യാർത്ഥി പരീക്ഷ എഴുതുകയും ചെയ്തു. ന്യൂസ് 18 പത്തനംതിട്ട.